കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ ഓടിയെത്തുക ചുവന്ന നിറത്തിലുള്ള ജിലേബിയും മഞ്ഞ നിറത്തിലുള്ള ലഡുവുമായിരിക്കും. സന്തോഷം പങ്കുവെക്കേണ്ട അവസരങ്ങളിൽ മധുര പലഹാരങ്ങളുടെ ലിസ്റ്റിൽ അങ്ങനെ ജിലേബിയും ലഡുവും തുല്യസ്ഥാനം പങ്കിടുന്നു. ലഭ്യതയോ വിതരണമോ ചെയ്യാനുള്ള സൗകര്യമൊക്കെയാകാം ഇരുവരെയും നാട്ടിലെ താരമാക്കിയത്. കേട്ടാൽ ആസ്വദിച്ച് കഴിച്ച് ജിലേബിയുടെ മധുരം കുറയാനിടയുണ്ട് എങ്കിലും കേരളത്തിലെ മിക്ക ബേക്കറികളിലും ഓറഞ്ച് നിറത്തിൽ ജിലേബി എന്ന പേരിൽ ലഭിക്കുന്ന പലഹാരമല്ല ശരിക്കും ജിലേബി. ഇമർത്തി അഥവാ ജാഗിറി എന്ന പലഹാരമാണ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി ജിലേബി എന്ന പേരിൽ വിൽക്കുന്നത്, നമ്മൾ വാങ്ങി കഴിക്കുന്നത്. ഇമർത്തിയിൽ പ്രധാന ചേരുവ ഉഴുന്നാണ്. എന്നാൽ ശരിക്കുള്ള ജിലേബിയുടെ പ്രധാന ചേരുവ മൈദയാണ്. ഇമർത്തിയുടെ നിറം തന്നെ നല്ല കടും ഓറഞ്ചാണ്. ശരിക്കുള്ള ജിലേബി ആകട്ടെ ഓറഞ്ച് നിറത്തിനും മഞ്ഞ നിറത്തിലും ഇടയ്ക്കുള്ളൊരു നിറമാണ് വരുന്നത്. വളയങ്ങളായി എണ്ണയിൽ പൂ പോലെ വറുത്തു കോരിയെടുത്ത പഞ്ചസാര പാനിയിൽ മുങ്ങിപ്പൊങ്ങി വരുന്ന കറുമുറ ജിലേബി ചെറു ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും രുചികരം. എന്നാൽ ഇമർത്തി തണുപ്പിച്ചു കഴിക്കുന്നതാണ് രുചികരം. പറഞ്ഞു വരുമ്പോൾ ഇമർത്തിയും ജിലേബിയുമായി പാചകത്തിൽ ചില സാമ്യങ്ങൾ കാണാമെങ്കിലും അടിസ്ഥാനപരമായി രണ്ടും രണ്ടാണ്. തേനൂറുന്ന ജിലേബിയുടെ ജനനം അറേബ്യയിലോ പേർഷ്യയിലോ ആയിരിക്കാമെന്ന നിഗമനത്തിലാണ് ഭക്ഷണ ചരിത്രകാരന്മാർ. അറബിയിലെ സലബിയ, പേർഷ്യൻ ഭാഷയിലെ സിലാബിയ എന്നിവയിൽ നിന്നാണ് ജിലേബ് എന്ന വാക്കുണ്ടായത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പക്ഷേ AD 1450 ജിനാസുരൻ എന്ന ചിന്തകൻ കന്നഡ ഭാഷയിൽ എഴുതിയ ഗ്രന്ഥങ്ങളിൽ ജിലേബി എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. രഘുനാഥൻ 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എഴുതിയ ഭോജന കുതുംഗഹല എന്ന മറാത്തി പുസ്തകത്തിലും ജിലേബിയുടെ നിർമ്മാണം വിവരിക്കുന്നുണ്ട്. AD 1600 അണ്ണാച്ചി എഴുതിയ സൗന്ദര്യവിലാസ എന്ന ഗ്രന്ഥത്തിലും ജിലേബിയുടെ രുചി പ്രതിപാദിക്കുന്നു. ജിലേബിയുടെ വകഭേദമായ ജാഗിരി ജഹാംഗീർ ചക്രവർത്തിക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം. ജഹാംഗീരി എന്ന വാക്കിൽ നിന്നാണത്രേ ജാഗിരി എന്ന പേര് ലഭിച്ചത്. നോർത്ത് ഇന്ത്യൻ ലോക്കൽ മാർക്കറ്റുകളിൽ അതിരാവിലെ കാണാവുന്ന ഒരു കാഴ്ചയാണ് ആളുകൾ കൂട്ടം കൂടി നിന്ന് വറുത്തെടുക്കുന്ന ജിലേബികൾ. ദിവസം മുഴുവൻ ഊർജം നൽകുന്ന ഒരു പ്രധാന പ്രഭാത ഭക്ഷണമാണ് അവിടെ ജിലേബി. തണുപ്പിച്ചെടുത്ത പാലിൽ കുതിർത്താണ് അവിടെ ജിലേബികൾ കഴിക്കുന്നത്. ജിലേബി മധുരം ലയിച്ച പാൽ രുചിക്ക് ആരാധകർ ഏറെയാണ്. ചില സ്ഥലങ്ങളിൽ പാലിന് പകരം നല്ല കട്ട തൈരാണ് ജിലേബിക്ക് കൂട്ട്. അല്ലെങ്കിലും ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണല്ലോ. ഇനി കഴിക്കുമ്പോൾ രണ്ടിന്റെയും വ്യത്യാസം അറിഞ്ഞ് കഴിച്ചോളൂ.